ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് അല്ലാഹു നൽകാനുള്ള അവിടുത്തെ ശഫാഅത്ത്. അതിൽ 4ാമത്തെ ശഫാഅത്താണ് സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് വിശാലമാണ്. അതെങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റൂല. ആദ്യമായി അല്ലാഹു സ്വർഗം പഠിച്ചപ്പോ ആ സ്വർഗം ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു. ഹദീസാണ്. ജിബ്രീൽ സ്വർഗം പഠിച്ചിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടുവന്നോളൂ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. സുബ്ഹാന ജല്ല ജലാലുഹു. മലക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ കൊതിയന്മാരൊന്നുമല്ല. നമുക്കെല്ലാം തീറ്റിയും പെണ്ണും ആണും മറ്റുള്ള എല്ലാം അല്ല ഉള്ള നമുക്കാണ്. മലക്കൾക്കൊന്നുമില്ല. മലക്കൾ എന്ന് പറഞ്ഞാൽ വെറും അള്ളാനെ അനുസരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പടക്കപ്പെട്ട ഒരു പടപ്പാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ആ സ്വർഗം ഒന്ന് വിസിറ്റ് ചെയ്തപ്പോ അവിടുത്തെ സന്തോഷങ്ങളും അവിടുത്തെ സുഖങ്ങളും അവിടുത്തെ ആഡംബരങ്ങളൊക്കെയും കണ്ട് തിരിച്ചു വന്നിട്ട് അള്ളാനോട് പറഞ്ഞു, പഠിച്ചോനെ, ഈ സ്വർഗത്തെ കുറിച്ച് നിന്റെ സൃഷ്ടികൾ പഠിച്ചാൽ ഇതിനു വേണ്ടിയിട്ട് അവർ ഒരുങ്ങാതിരിക്കുമോ എന്ന് ചോദിച്ചു. ഇതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാവാതിരിക്കുമോ പഠിച്ചോനെ? അത്രയും സെറ്റപ്പുകളല്ലേ ഈ സ്വർഗത്തിൽ നീ ഉണ്ടാക്കി വെച്ചത്. അതിന്റെ ചുരുക്ക വിവരമായി അഭിമായ ഞങ്ങൾ പറഞ്ഞെന്താ? സ്വർഗം എന്ന് പറഞ്ഞാൽ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഷോർട്ട് അങ്ങനെയാണ്. നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടിട്ടില്ലാത്ത, നിന്റെ ചെവി കൊണ്ട് നീ കേട്ടിട്ടില്ലാത്ത, നിന്റെ കൽബ് കൊണ്ട് നീ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത സുഖങ്ങളും സൗകര്യങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് സ്വർഗം. ഒരു മനുഷ്യന്റെ ഏകദേശം നോക്കിയാൽ അങ്ങനെ ചിലപ്പോ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാവും. കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിൽ പലതരം ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. ആടെ അങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട് കേട്ടിട്ടുണ്ട്. നിന്റെ ചെവി കൊണ്ട് നീ കേട്ടിട്ടുണ്ടാവില്ല. ചെവി കൊണ്ട് കേട്ടില്ല. ഞങ്ങളുടെ മനസ്സിന് ചിന്തിക്കാൻ പൈസ കൊടുക്കണം, അല്ലെ? ചിന്തിക്കാൻ പൈസ കൊടുക്കണം. എന്തും ചിന്തിക്കാലോ. നമ്മുടെ കൽബ് കൊണ്ട് എന്തും നമുക്ക് ഊഹിക്കാലോ. നമുക്ക് പോകാനൊരു വണ്ടിയിലോ സൈക്കാരില്ലെങ്കിലും വലിയ ഫ്ലൈറ്റിന്റെ ഉടമയായിട്ട് ഞാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെ അതിനൊന്നുമില്ല. ഇവിടെ ചെറുപ്പമില്ല. എല്ലാം ചിന്തിക്കുന്നതിന് പൈസ കൊടുക്കണം. വേണ്ട, എന്തും ചിന്തിക്കാം. വലിയ പോലെ കുടിക്കാതെ പോയി ആട് ഭയങ്കര പോലെ ഞമ്മ പാടിക്കാനില്ല. അല്ലെങ്കിൽ ഞമ്മ ഇങ്ങനെ വരുമ്പോ ഞമ്മക്ക് അതുപോലത്തെ പോലെ ഞാനൊരു മുതലാളി പരക്കൂടിയാകുമ്പോ എല്ലാവരും ഞാൻ സ്വീകരിക്കും. ഇരുത്തുന്നില്ല, പൈസ കൊടുക്കണം. ഇല്ലല്ല, അവർ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു അതുപോലുണ്ടാവില്ല. നിന്റെ കൽബിന് നിന്നെ ചിന്തിച്ചെടുക്കാൻ പോലും പറ്റൂല. അത്രയും സുഖങ്ങളും സൗകര്യങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് സ്വർഗം. പറയാൻ പറ്റൂല. ആ സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഹിബ്ബീങ്ങൾക്കും അവിടുന്ന് സ്നേഹിച്ച ആളുകൾക്കും ഹബീബായ തങ്ങൾ അവിടെ ഒരു ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. സ്വർഗത്തിന്റെ ഉള്ളിൽ ഒരു ശഫാഅത്ത്. എന്ത് ശഫാഅത്ത് അറിയോ? സ്വർഗം എന്ന് പറഞ്ഞാൽ അത് 100 തട്ടുള്ള ലോകമാണ്. 100 തട്ടുകളുണ്ട് സ്വർഗം. നമ്മളെ മൊത്തം ഇങ്ങനത്തെ കുറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഷോർട്ട് കട്ടായിട്ടുള്ള തട്ടൊന്നും ഷോർട്ട് കട്ടായിട്ടുള്ള തട്ടൊന്നുമല്ല. ഓരോ തട്ടിന്റെയും ഇടയിലുള്ള വീതി ആകാശഭൂമിയുടെ ഇടയിലുള്ള ഗ്യാപ്പാണെന്നാണ്. ഓരോ തട്ടിന്റെയും ഇടയിൽ ആകാശഭൂമിയുടെ ഇടയിൽ എത്ര അന്തരങ്ങളുണ്ടോ അത്ര അന്തരം ഉണ്ടാവും. അങ്ങനത്തെ 100 തട്ടാണ്. ചെറുതായിരിക്കോ? മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നാണ് ഓർമ്മ. ഇപ്പോൾ ചെയ്തൊരു ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ എത്തിപ്പെടുന്ന ആളുകൾക്ക് അതിന്റെ അവസാനത്തെ സുഖം, അവസാനം അതിന്റെ അപ്പുറം അതിനേക്കാൾ ചെറിയ ഒരു നിയമത്തിൽ ഒരാൾക്കില്ല എന്നാണ്. ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പാവങ്ങളെ കുറിച്ച് ഭയങ്കര പാവമായ ഒരു മനുഷ്യൻ. പാവം അതിനേക്കാൾ അപ്പുറത്തെ പാവക്കാരനില്ല, പാവപ്പെട്ടവരില്ല. അതുപോലെ സ്വർഗത്തിൽ എത്തിപ്പെടുന്ന അവസാനത്തെ ആ സുഖം കിട്ടുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പൊടിയാണ്. എന്തറിയോ? ഒരു കീപ്പായുന്ന വളരെ വേഗത്തിലൂടെ ഓടിപ്പോകുന്ന ഒരു മുന്തിയ കുതിര. ആ കുതിര 2000 വർഷം ഒരു സെക്കൻഡ് പോലും തിരുത്താതെ പാഞ്ഞാൽ 2000 വർഷം നിൽക്കാതെ പാഞ്ഞു പോയാൽ എത്ര ദൂരത്തിലേക്ക് അത് സഞ്ചരിച്ചു പോയിട്ട് വരാൻ പറ്റുമോ അത്ര വിശാലമായ ആ ഒരു സ്ഥലം അവസാനത്തെ ആൾക്കത് നിയമത്തായി കൊടുക്കുന്നതാണ്. മനസ്സിലായി? 2000 വർഷം. ഇപ്പൊ 10 മിനിറ്റ് നടന്നാൽ നമ്മ ഇതിന്റെ ഇടയ്ക്കൊക്കെ നടന്നിന് കൂടുതൽ കുമ്പളൊക്കെ അരമണിക്കൂർ നടക്കാൻ അല്ലെ 2.5 കിലോമീറ്റർ. ഇത് നടക്കുന്ന വിഷയമാണ് പറയുന്നത്. ഇത് അരമണിക്കൂറിന്റെ വിഷയമല്ല. പിന്നെ 2000 വർഷം വേഗത്തിൽ ഓടിപ്പോകുന്ന ഒരു കുതിര. അത് ഓടിയാൽ എത്ര വിസ്തീർണം, എത്ര ഓടി തീർക്കാൻ കഴിയും. അത്തരം സ്ഥലത്തിന്റെ അധികാരം
അവസാനം അതിനെക്കാലത്തിന് ചീപ്പായ ആള് സ്വർഗത്തിലില്ല. അങ്ങനത്തെ ആൾക്ക് അത് കൊടുക്കുന്ന. അപ്പൊ നല്ല മനുഷ്യർക്ക് കൊടുക്കുന്ന നിയമത്ത് എന്തായിരിക്കും? നല്ല മനുഷ്യർക്ക് അത് കൊടുക്കുന്ന നിയമത്ത്. അപ്പൊ ഓരോ തട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ ഈ മുഖരണ്ടത്തെ വിശാല വിസ്തീർണമുള്ള തട്ടൊന്നുമല്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതാണ് സ്വർഗം എന്ന് പറഞ്ഞത്. ആ സ്വർഗത്തിന്റെ ഉള്ളിൽ എത്തിപ്പെടുന്ന ആളുകൾക്ക് ഹബീബായ തങ്ങളുടെ ഒരു ശഫാത്ത്. അതെന്ത് ശഫാത്ത് എന്നറിയോ? അതെന്ത് ശഫാത്താണ്? സ്വർഗത്തിലെ ഒരു അവസ്ഥയിൽ അടിത്ത തട്ടിലുള്ള ആള് ഒരു 10ാമത്തെ തട്ടിലുള്ള ഒരാൾക്ക് 11ലേക്ക് കയറാൻ പറ്റൂല. സ്വർഗത്തിന്റെ നിയമം അങ്ങനെയാണ്. 10ാമത്തെ തട്ടിൽ ഒരാൾക്ക് അല്ലാഹു തആല അവിടെ ഇടം കൊടുത്താൽ അയാൾക്ക് 11ാമത്തെ തട്ടിലേക്ക് കയറാൻ പറ്റൂല. പിന്നെ 9ലേക്ക് വരാം, 8ലേക്ക് പോകാം, 7ലേക്ക് പോകാം, താഴേക്ക് ഇറങ്ങാം, മുകളിലേക്ക് പോകാൻ പറ്റൂല. അത് ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് അല്ലാഹു തആല കൊടുക്കുന്ന ഓരോ ഗ്രേറ്റുകളാണ്, ഓരോ സ്ഥാനങ്ങളാണ്. ഏറ്റവും ടോപ്പിലുള്ള തട്ടാണ് അൽ ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന ആ സ്വർഗം. സുബ്ഹാനല്ലാഹ്, ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒതുക്കുന്നതിന് പൈസ കൊടുക്കണ്ടേ? ഒതുക്കുന്നതിന് പൈസ കൊടുക്കണം. പിള്ളേർക്ക് പൈസ കൊടുക്കുന്നത് വാങ്ങിക്കണോ? എന്തൊക്കെ അള്ളാഹു ഈ സമയത്തിന്റെ വർഗത്തോട് കബൂലാക്കിയാൽ ആയില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്ക് എന്തറിയോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു വിളിയാണം കേൾക്കുകയാണെങ്കിൽ എന്താ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ നിന്നിട്ട് ആദ്യമായി ഒരാൾ സ്വർഗത്തിലേക്ക് പോകും എന്നൊരു വിളി അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഞാൻ കേൾക്കുകയാണെങ്കിൽ അപ്പോൾ തങ്ങൾ പറഞ്ഞെന്തറിയോ? ഞാൻ കൊതിച്ചു പോകും ആ 1ാമത്തെ ആള് ഞാനായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു. ആ 1ാമത്തെ ആള് ആദ്യമായിട്ട് പോകുന്ന മെമ്പർ ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരു കൊതി എന്റെ മനസ്സിൽ ഉണ്ടാവുമായിരുന്നു. കാരണം കൊതിക്കലേ വെച്ചോണ്ട് കൊതിക്കാം, ആഗ്രഹിക്കാം, നല്ല വിഷയങ്ങൾ ആഗ്രഹിക്കാം. അതേ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ പറഞ്ഞു എന്താ അള്ളാഹുവിന്റെ പടപ്പുകളിൽ വെച്ചിട്ട് അവസാനമായി നരകത്തിൽ എത്തിപ്പെടുന്ന ഒരാളുണ്ട്. അവസാനം നരകത്തിൽ പോയിട്ട് ലാസ്റ്റ് എത്തുന്ന ഒരു മെമ്പർ ഉണ്ട്. ലാസ്റ്റ് എടുക്കുന്നത് ഉണ്ടാവല്ലോ. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും പരിപാടിക്ക് ഫസ്റ്റ് വരുന്ന ആളുണ്ടാവും, ലാസ്റ്റ് വരെ വെള്ളിയാഴ്ച നോക്കി നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ വന്നിട്ട് 11 പള്ളിയിൽ ആദ്യം കാണുന്ന ആളുകൾ. ഒരാളുകളെ മെമ്പറിന് കയറുമ്പോ ഇങ്ങനെ കയറി വന്നിട്ട് വരുന്നവൻ കടന്നാല പോലെ കണ്ടുണ്ടാ നോക്കിയിട്ടുള്ള ഉസ്താദ് ഇങ്ങനെ ഒരു മൂലക്കായിട്ട് വരുന്ന എല്ലാത്തിലും സ്വർഗത്തിലും അങ്ങനെയുണ്ട്, നരകത്തിലും അങ്ങനെയുണ്ട്. അപ്പൊ ഉമ്മ തങ്ങൾ പറയാൻ അവസാനത്തെ ഒരാള് നരകത്തിൽ പോകുന്ന ഒരാളുണ്ടല്ലോ, ആനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നേരത്തെ പറഞ്ഞില്ല സ്വർഗത്തിൽ ഫസ്റ്റ് വന്ന ഞാനായി ഭയങ്കര പുതിയ പറഞ്ഞു. അതേ ഉമർ തങ്ങൾ നിർത്താതെ പറഞ്ഞു, ആ അവസാനത്തെ മെമ്പർ ഞാനായി പോകുമോ എന്ന പേടി ഉമറാകുന്ന എന്റെ കൽബിൽ ഇങ്ങനെ അലട്ടുകയാണ്. അവസാനം സ്വർഗത്തിൽ എത്തിപ്പെടുന്ന ആ മെമ്പറിന് ഞാനായി പോകുമോ? എന്റെ കാരണം മുഅ്മിൻ എന്ന് പറഞ്ഞ അങ്ങനെയാണ്. പേടിയും വേണം, ആഗ്രഹവും വേണം, കൊതിയും വേണം, പേടിയും വേണം. രണ്ടിന്റെ ഇടയിലാണ് മുഅ്മിൻ ഉണ്ടാകേണ്ടത്. വെറും ആഗ്രഹം മാത്രമായാലോ നമ്മുടെ ജീവിതാകെ പൊളിഞ്ഞു പോകും. രണ്ടും വേണം. പേടി മാത്രമായാലോ അത് പറ്റൂല. രണ്ടിന്റെ ഇടയിലാകണം. അതായത് പറഞ്ഞ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ നമുക്ക് ദ്വാരം കണ്ടു. 100ാമത്തെ തട്ടിലാണ് എല്ലാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരൊക്കെയും. അപ്പോ പറഞ്ഞു വന്നത് 1ാമത്തെ തട്ടിലുള്ള ആൾക്ക് 2ാമത്തെ തട്ടിൽ കയറാൻ പറ്റൂല. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ 1ാമത്തെ തട്ടിലോ 2ാമത്തെ തട്ടിലോ പെട്ടുപോയാൽ ആ മനുഷ്യനെ ഉയരമുള്ള തട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ഹബീബായ തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നതാണ്. അതാണ് ഒരു ശഫാഅത്ത്. സ്വർഗത്തിലുള്ള ശഫാഅത്ത് അതാണ്. സ്വർഗത്തിലുള്ള ശഫാഅത്ത് എന്താ? പെട്ടുപോയവരാണ്. സ്വർഗത്തിൽ തന്നെയാണ്. അത് സന്തോഷമുണ്ട്, സുഖമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മുകളിൽ കയറാൻ പറ്റുന്നില്ല, മുകളിലെത്താൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആള് മുകളിലെത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ഒരു റെക്കമെന്റ്, ഒരു ശഫാഅത്ത് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്നതാണ്. അത് നമുക്ക് കിട്ടിയാൽ വലിയ ഭാഗ്യമാണ്. സ്വർഗം കിട്ടിയാൽ അല്ലാഹു നമുക്ക് വല്ല ഫദ്ൽ കൊണ്ട് ഇതുപോലെ ഹബീബായ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് മദ്ഹുകൾ അവിടുത്തെ സുന്നത്ത് നാം ചെയ്യുന്ന സുബഹിയിൽ പള്ളിയിൽ വരുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ മഹബത്ത് കൊണ്ടാണ്. അഷ്ഹദു മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് വിളി കേൾക്കുമ്പോൾ ഞങ്ങളെ ഇറങ്ങി വന്നു മറക്കൊക്കെ നീക്കിവെച്ച് ഇതൊക്കെയും അവിടത്തോടുള്ള മഹബത്തിന്റെ ഭാഗമാണെങ്കിൽ നമ്മുടെ മനസ്സറിയുന്ന കൽബറിയുന്ന അല്ലാഹ് നമുക്കും ആ സ്വർഗത്തിൽ മഹാന്മാരോടൊപ്പം താമസിക്കാനും സന്തോഷം
സന്തോഷിക്കാനും സുഖിക്കാനും നീ ഭാഗ്യം തരണേ റബ്ബേ. സ്വർഗത്തിന്റെ ഏറ്റവും വലിയ നിഅമത്ത് പടച്ചവനെ നിന്നെ ഒന്ന് കാണാനാണല്ലോ റബ്ബേ. മഹാന്മാരൊക്കെയും അവർ ചെയ്തത് നിസ്കരിച്ചത് സ്വർഗം കിട്ടാനല്ല, നിന്നെ കാണാനാണ്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. എത്ര കാലമായി റബ്ബേ ഞങ്ങൾക്ക് നീ തരുന്നു, ഞങ്ങളെ പൊച്ചുന്നു, ഞങ്ങളെ സംരക്ഷിക്കുന്നു. പടച്ചവനെ ഇടരുന്ന സമയത്ത് ഞങ്ങളെ നീ കൈപിടിക്കുന്നു റബ്ബേ. രോഗികളാകുന്ന സമയത്ത് ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരുന്നു. ചെയ്യാത്ത യാമത്തുകളൊന്നുമില്ല. പക്ഷെ ഇന്ന് വരെ അടിമകളാകുന്ന നമുക്ക് ഉടമയായ നിന്നെ കാണാൻ പറ്റിയിട്ടില്ല, കാണാൻ കഴിയൂല. കാണുന്ന ലോകം സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് നിന്നെ നമുക്കൊന്ന് കാണിച്ചതാകുമ്പോ നിന്റെ നിക്കാഹ് കണ്ട് ആസ്വദിച്ച് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഈ അടിയാളുകൾക്കും റബ്ബേ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാട്ടുകാർക്കും അയൽവക്കക്കാർക്കും സ്നേഹിതന്മാർക്കും ഞങ്ങളെ സഹായിച്ചവർ പല രൂപത്തിൽ ഭക്ഷണങ്ങളെ കൊണ്ട് വസ്ത്രങ്ങളെ കൊണ്ട് റബ്ബേ പ്രയാസഘട്ടങ്ങളിൽ ഞങ്ങള് പടച്ചവനെ ഞങ്ങളെ നല്ല രൂപത്തിൽ സ്വന്തം കുടുംബം പോലെ കണ്ട് സഹായിച്ച ആളുകൾ എല്ലാവർക്കും ആ അവസരം നീ നൽകണേ റബ്ബേ. ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. പലപ്പോഴും ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ആ വഴിയിൽ നിന്നിട്ട് ഞങ്ങളെ തടയുന്നു അല്ലാഹ്. നന്മ ചെയ്യാൻ വേണ്ടി ചിന്തിക്കുമ്പോ, നന്മയുടെ വഴിയിൽ പ്രവേശിക്കുമ്പോ ഇബ്ലീസ് ഞങ്ങൾക്ക് വലിയ തടസ്സമാകുന്നു. ആ റജീമായ ശൈത്വാനിന്റെ ശർറിൽ നിന്നിട്ട് അല്ലാഹുവേ ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാക്കണേ അല്ലാഹ്. റബ്ബേ നമ്മുടെ ഭാര്യ മക്കളെ പോറ്റാൻ, നമ്മുടെ മാതാപിതാക്കളെ വളർത്താൻ ഞങ്ങൾ ചെയ്യുന്ന പല രൂപത്തിലുള്ള മഈശത്തിന്റെ വഴികളുണ്ട് അല്ലാഹ്. കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവർ, വാഹനങ്ങളിൽ അധ്വാനിക്കുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, പടച്ചവനെ നമ്മുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അർഹമായ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അർഹമായ സന്തോഷം നൽകണേ റബ്ബേ. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പ്രത്യേകമായ കാവൽ അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ മരിച്ചുപോയ നമ്മുടെ എത്ര കുടുംബങ്ങൾ ഇന്ന് പള്ളിക്കാട്ടിലാണല്ലോ. നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ പേരമക്കളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ അങ്ങനെ പലരും ഈ പള്ളിയുടെ മാറ്റുപള്ളിയുടെ നമ്മുടെ ഈ അറിയയുടെ പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ, പല നാടുകളുടെ പല പള്ളികളുടെ നമസ്കാരങ്ങളിൽ ഇന്നവരിൽ കബറിൽ കിടക്കുമ്പോ അവർക്ക് നിന്റെ പ്രത്യേകമായ റഹ്മത്തും നിന്റെ പ്രത്യേകമായ മഗ്ഫിറത്തും ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ റൗളയിൽ നിന്നുള്ള പ്രത്യേകമായ വെളിച്ചവും അവരിലേക്ക് എത്തിച്ചു കൊടുത്തവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാസ അബ്ദുൻ കതമല്ല വൻജലാ അൻഹുൽ ഹുമൂം فيك يا بدر تجلى يا رسول الله فلك الوصف الحسين يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله مرحبا يا نور عيني مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله مرحبا يا خير داعي يا حبيب الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم